ഹായ്, ഓഡോ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റീകൺസിലേഷൻ്റെ ഫങ്ഷണാലിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അക്കൗണ്ടിങ് മൊഡ്യൂളിലേക്ക് പോകാം. അക്കൗണ്ടിങ് മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാങ്കിൻ്റെ ജേർണൽ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ബാങ്ക് ജേർണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോൺഫിഗറേഷനിൽ ജേർണൽസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂ കൊടുക്കാം. സപ്പോസ് HSBC ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, HSBC കൊടുത്തു, ടൈപ്പ് ബാങ്ക് കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട്, ഈ സസ്പെൻസ് അക്കൗണ്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ പാർട്ട് അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നോർമലി ഡിഫോൾട്ട് ബാങ്ക് സസ്പെൻസ് അക്കൗണ്ടാണ് കൊടുക്കാറ്. പിന്നെ ഇവിടെ ബാങ്ക് ഫീഡ്സിൽ നമുക്ക് അൺഡിഫൈൻഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എയ്തർ നാട്ടിലൊക്കെ ആണെങ്കിൽ ബാങ്ക് ഓൺലൈൻ സിങ്ക്രണൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാങ്കിൻ്റെ API കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് റീകൺസൈൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് മാനുവലി ഇമ്പോർട്ട് ചെയ്യാം. അപ്പം അൺഡിഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് അൺഡിഫൈൻഡ് കൊടുക്കാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാനിത് സേവ് ചെയ്യാണ്. ഈ ബാക്ക് ടു ഡാഷ്ബോർഡ് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ HDFC അതുപോലെ HSBC കാണാൻ പറ്റും. ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയും 26,000 ബാങ്കുകൾ നമുക്ക് ഡയറക്റ്റ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ കേസിൽ നമ്മൾ ഡയറക്റ്റ് എക്സലിന് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സലിൻ്റെ ഫോർമാറ്റ് ഞാനത് ജസ്റ്റ് കാണിക്കാം. ഇതൊരു സാമ്പിൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫയലാണ്. ഡേറ്റ് വരും, അതുപോലെ ലാബൽ, റെഫറൻസ്, പാർട്ട്ണർ ഉണ്ടെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. എമൗണ്ട് പ്ലസ് ആൻഡ് മൈനസ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ കറൻസി INR കൊടുക്കും. ദെൻ ബാക്ക് ടു ഓഡോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഫസ്റ്റ് IN കമ്പനി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാനിതിൽ ഒരു ജേർണലും കൂടെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു. ദെൻ ബാക്ക് ടു ഡാഷ്ബോർഡ്. ഒന്നുകിൽ ബാങ്കിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ HDFC ബാങ്കിലേക്ക് കൊടുക്കാം. നമുക്കനുസരിച്ചിട്ടുള്ള ഏതാണോ ജേർണൽ അതിലേക്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇമ്പോർട്ട് ഫയൽ. ദെൻ ഞാൻ ആ ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ഷീറ്റിലാണുള്ളത്. എക്സലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തു. CSV എക്സൽ പല ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യും. ദെൻ ഇവിടെ വന്നു, ഇമ്പോർട്ട് കൊടുത്തു. ആ ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു സ്ക്രീനാണ് വരിക. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ലാബൽ, റെഫറൻസ്, പാർട്ട്ണർ, എമൗണ്ട്. ഇവിടെ കറൻസി ഇവിടെ മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എമൗണ്ടിന് കറൻസി അല്ല, ജസ്റ്റ് കറൻസി. അത് ഡീഫോൾട്ടായിട്ട് കമ്പനി കറൻസി എടുക്കും. വേറെ കറൻസി ആണെങ്കിൽ മാത്രം നമ്മളവിടെ കൊടുത്താൽ മതി. ഞാനിത് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം. ഫോറിൻ കറൻസി ആണെങ്കിൽ മാത്രം നമുക്കിവിടെ ഫോറിൻ കൊടുക്കാം. ഫോറിൻ കറൻസി എന്നുള്ള ഫീൽഡുണ്ട്. ഇതിൻ്റെ കേസിൽ നമുക്ക് കറൻസിൻ്റെ ആവശ്യമില്ല, മാൻഡറ്ററി അല്ല. ടെസ്റ്റ് കൊടുക്കുകയാണ്. എല്ലാം ഓക്കെ ആണ്. ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ HDFC ബാങ്കിലാണ് ഇമ്പോർട്ട് ചെയ്തത്. എനിക്കിവിടെ 3 ലൈനായിട്ട് ഇവിടെ 3 to reconcile എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഫയലിലുള്ള ലൈൻ ഐറ്റംസ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആ എക്സൽ ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 200, 500, -300 ആണുള്ളത്. അതിൽ 200, 500, -300 വന്നിട്ടുണ്ട്. ബാലൻസ് 400 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ടെസ്റ്റ് ഈ -300 ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ ക്രെഡിറ്റ് ബാലൻസിലാണുള്ളത്, കുറഞ്ഞതായതുകൊണ്ട്. മീൻസ് ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ അക്കൗണ്ട് കൊടുക്കണം. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ബാങ്ക് സസ്പെൻസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആ ബാങ്ക് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിപ്പം ബാങ്കിൽ നിന്ന് ഒരു സപ്ലയർക്ക് കൊടുത്ത പേയ്മെൻ്റ് ആണെങ്കിൽ എനിക്കിവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. പാർട്ട്ണറുടെ പേര് കൊടുക്കാം, ഇന്നാ കൊടുത്ത പേയ്മെൻ്റ് ആണെന്നുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യുമ്പോൾ അതവിടെ റീകൺസൈലായി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് റിമൂവ് ആയി. ഈ നെക്സ്റ്റ് എൻട്രി 500 ആണ്. ബാങ്കിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് ആണ്. ഞാനിതിനെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൊടുക്കാം. സസ്പെൻസ് അക്കൗണ്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് സസ്പെൻസ് അക്കൗണ്ടിൽ വെച്ചതിന് ശേഷം ലാസ്റ്റ് റീകൺസൈൽ ചെയ്യാം. ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ പേയ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഡെപ്റ്റേഴ്സ് കൊടുത്തു, അതുപോലെ പാർട്ട്ണറുടെ പേരും ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം വാലിഡേറ്റ് ചെയ്തു. അപ്പോൾ അതും ക്ലിയറായി. പിന്നെ ഒരു പേയ്മെൻറ്റ് ഇതും കൂടെ ബാങ്കിലേക്ക് വന്നതാണ്. ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സാമ്പിൾ ഇപ്പം അതറിയിക്കും
ഡിഫേർഡ് ഇൻകം, ഏതെങ്കിലും ഒരു ഇൻകം ഒരു ലെഡ്ജർ കൊടുത്തു, ദെൻ വാലിഡേറ്റ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്ന എൻട്രീസ് നോക്കാം. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ ബാക്ക് ടു ഡാഷ്ബോർഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ HDFCയിൽ ബാലൻസ് 400 കാണിക്കുന്നുണ്ട്. റീകൺസിലേഷൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവിടെ ഗ്രീൻ ടിക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള റെക്കോർഡുകൾ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ജേണൽ എൻട്രി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 300 ക്രെഡിറ്റ് സപ്ലയർക്ക് കൊടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ബാങ്ക് ട്രാൻസാക്ഷനും അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിമൈനിങ് എൻട്രീസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാങ്കിലേക്ക് ഡെബിറ്റ് വന്നു, അതുപോലെ തന്നെ 3ാമത്തെ എൻട്രി. ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നത്. ഈ ആ ഫോർമാറ്റ് ഈ ഒരു ഫോർമാറ്റാണ് വരുന്നത്. ഈ രീതിയിൽ ഇതേപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഈ കറൻസിൻ്റെത് ഫോറിൻ കറൻസി ആണെങ്കിൽ മാത്രം മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.